രാവിലെ തന്നെ നല്ല തടുപ്പും കോടയാണല്ലോ. സ്പ്ലെൻഡറിൻ്റെ ഫ്രണ്ടും പൊക്കി നേരെ വിട്ടു വയലിലേക്ക്. ഇന്ന് ചായക്കുള്ള അടിയുള്ള ദിവസമാണേ. ഇനി ഇതിൻ്റെ കഥയിലേക്ക് വരാം. ഈ മല്ലയുദ്ധത്തിൻ്റെ പേരാണ് ഇടിച്ചായ. ഈ ഇടിയിൽ തോക്കുന്നവൻ ചായ വാങ്ങി തരണമെന്നാണ് നമ്മുടെ ഗ്യാങ്ങിൻ്റെ നിയമം കേട്ടോ. തൽക്കാലം ഇപ്പം ജിഷ്ണുവിൻ്റെ ഒരു പോയിൻ്റ് ആയിട്ടുണ്ട്. നവീൻ മറിച്ചിട്ട് നവീനൊരു പോയിൻ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആര് ജയിക്കും ആര് തോക്കുന്നുള്ളത് ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. പശു അവിടെ മൈൻഡ് ചെയ്യാണ്ടിരുന്ന് പുല്ല് ചെയ്യുന്നുണ്ട്. കാരണം പശു ഇത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണേ. ജിഷ്ണുവിന് നവീനൊരു പോയിൻ്റ് കൂടെ കിട്ടി കേട്ടോ. എന്ത് ചെയ്യാനാ, ജിഷ്ണു വിട്ടുകൊടുക്കില്ലെന്ന് തന്നെ. മലത്തി അടിക്കുമോ ജിഷ്ണു? ഇപ്പം അത്താ പറഞ്ഞില്ല ഞാൻ. ജിഷ്ണു മലത്തി അടിച്ചു. അതാ 2 പോയിൻ്റ് ഇട്ടപ്പോൾ 2 പേര് നമുക്ക് ചായ വാങ്ങി തരുന്നതായിരിക്കും. എന്നാൽ പിന്നെ നേരെ വിട്ടാൽ നമുക്ക് ചായ സ്പോട്ടിലേക്ക്. നല്ല തീ വാർന്ന ചായ എങ്ങനെയുണ്ട്? കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നില്ലേ? ഇതിന് ഇച്ചിരി ഇടി കൂടിയാലും മേലും എന്തായാലും കുഴപ്പമൊന്നുമില്ലെന്നേ. പിന്നെ നല്ല ഇടിച്ചായ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. മറ്റേ ഉയരം കൂടുന്തോറും കണ്ണന്നേവൻ്റെ ടേസ്റ്റ് കൂടുന്ന് പറഞ്ഞ പോലെ ആ സൈപ്പ.